ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്ന് എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് ഉള്ളത് എന്താ വെച്ചാൽ ഒരു ഇഡ്ഡലിൻ്റെ സോഫ്റ്റ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഐഡിയയും കൂടിയാണ്. അത് ഞാനൊരു ചാനലിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് റെസിപ്പി ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം കുടഞ്ഞു കണ്ടുള്ള അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരാം. പിന്നെ ഞാനിതൊരു മാർബിളിൻ്റെ ഗ്രാനൈറ്റ് വലിയ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ അടിയിലേക്ക് ഒരു കാല് വെപ്പിക്കണം എന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തെടുക്കണം. അതും ഞാനൊരു ചാനലിൽ കണ്ടതാണ്. വലിയൊരു കാല് അവളെ ഒരു വീട്ടിൽ അവളെ ഉപ്പ ചെയ്ത് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉപ്പ ഇതിൻ്റെയൊക്കെ പണിക്കാരനാണ്. അപ്പോൾ മൂപ്പര് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ എനിക്കത് അപ്പോൾ നല്ലൊരു ഇഷ്ടമായിട്ടാണ്. പക്ഷേ അത് കൈകാൻ കൊണ്ടാണെങ്കിലൊക്കെ നല്ല പ്രയാസമാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ സാധാരണ രാവിലെ തന്നെ മേടയൊക്കെ തുടച്ച് കഴിഞ്ഞേക്കാൻ അന്ന് ഉണ്ടാക്കാനുള്ള പച്ചക്കറിയും സാധനങ്ങളൊക്കെ ടേബിൾ മക്കൊണ്ട് എടുത്ത് വെക്കും. അതേമാതിരി തലേന്ന് വെള്ളത്തിലിട്ട സാധനങ്ങൾ ഒക്കെ കഴുകി റെഡിയാക്കി വെക്കും. അപ്പോൾ അരി അതേമാതിരി നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രസം വെക്കാൻ സാമ്പാർ വെക്കാനും കൂടിയുള്ള പുളിയാണിത്. അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ തീർന്ന് കിട്ടും. അതൊരു സുഖമാണ് കേട്ടോ. രാവിലെ എല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. പിന്നെ ഞാൻ കറണ്ട് അടുപ്പ് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യലില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് മാക്സിമം കറണ്ട് അടുപ്പുമ്മലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ. ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഓണാക്കില്ല. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറണ്ടിന് നല്ല കുറവുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓണാക്കിയാൽ കറണ്ട് ഇതിനാണ് കൂടുതൽ പൈസ വരിക. ഓഫാക്കി ഇങ്ങാണ്ട് പിന്നെ നിങ്ങൾ ഓണാക്കരുത്. ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം മാക്സിമം ഓണാക്കാൻ നോക്കുക. 2 പ്രാവശ്യത്തിൽ ആവരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഡ്ഡലിൻ്റെ മാവ് ഒഴിച്ച് കാണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പരിപ്പ് നല്ലോണം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ മേലുള്ള പദം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ മുക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് വേറൊരു ടേസ്റ്റാണ്. സാധാരണ ഞാൻ ചില സമയത്ത് അങ്ങനെ ചെയ്യലില്ല. പിന്നെ ഇതേമാതിരി ഇപ്പോൾ ഒഴിവുള്ള സമയമാണ് കുറച്ച് ഫ്രീ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യലുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കറീൻ്റെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുക്കറിൻ്റെ മേലെ മൂടിൻ്റെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കും. അതെന്തൊരു പസ പോലെ ഉണ്ടാവും. അത് ഈ പരിപ്പൊക്കെ കേടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കെമിക്കലോ എന്തെങ്കിലും കൂട്ടുള്ളതോ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഞാനത് അങ്ങനെ മുക്കി ഒഴിവാക്കി മഞ്ഞൾപ്പൊടിയും അതിലേക്കുള്ള പച്ചമുളക് കൂടി ഇട്ടുകൊണ്ട് ഒന്ന് വിസിലടുപ്പിക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2-3 വിസിലൊന്നാണ്ട് അടുപ്പിച്ചെടുക്കും. അപ്പോൾ ചെറിയ തീയിലാക്കി വെക്കുക. അതായത് അടുപ്പത്താണെങ്കിലും അതിനനുസരിച്ച് തീ കുറച്ച് വെക്കുക. പിന്നെ നമ്മൾ ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെള്ളം നമ്മൾ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് കുടയുക. ഞാൻ സാധാരണ എന്താ ചെയ്യൽ വെച്ചാൽ ഇങ്ങനെ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് പൈപ്പിൻ്റെ നേരെ ചോട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിച്ച് കാണിച്ചാലാണ് ഞാൻ ചെയ്യൽ. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെയും ഒന്നുകൂടി നല്ലതായിട്ട് തോന്നിയത് ഞാൻ പാത്രം ഇങ്ങനെ ഇഡ്ഡലി പാത്രം ഇങ്ങനെ ചെരിച്ച് കാണിക്കണ പോലെ തന്നെ കേട്ടോ തോന്നിയത്. അപ്പോൾ നമുക്കിതിൽ ചട്ടിനി ഉണ്ടാക്കണം, തേങ്ങാപ്പാൽ അടിക്കണം, അതായത് പുളി പിഞ്ഞ് കാട്ട് റെഡിയാക്കണം. അപ്പോൾ ആ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് വരട്ടെ. അപ്പോഴേക്ക് നമ്മളെ പരിപ്പും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് സിനുവിന് സാമ്പാറാണ് ഇഷ്ടം, കാക്കാക്ക് തേങ്ങാപ്പാലാണ്, അതേമാതിരി ഉമ്മാക്കൊക്കെ ചട്ടിനിയാണ് ഇഷ്ടം. അപ്പോൾ ആ 3 വിധമാണ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് ഞാൻ ഒന്നങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എന്താ ചെയ്യൽ, അതിൽ നിന്ന് കോരി മാറ്റിയിട്ട് അതിൻ്റെ കാമ്പുണ്ടല്ലോ അതിങ്ങനെ എടുക്കുക ചെയ്യട്ടെ. അപ്പോൾ ഈ മുളകിൻ്റെ തോലിങ്ങനെ അതിലുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഞാൻ ഒരുവിധം ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. പരിപ്പുകൾ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരുപാട് തോലായിട്ടുണ്ടാവാതെക്കാൻ വേണ്ടിയിട്ട് കീറാതെയാണ് ഇത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ കംപ്ലീറ്റ് മുളകും റെഡിയാക്കി എടുത്തുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ മുളകിൻ്റെ തോലൊന്നുണ്ട് അതിൽ തന്നെ വെച്ച് നൗണ്ടി എടുത്താൽ അതിൻ്റെ കംപ്ലീറ്റ് എരിവും കൊണ്ട് പോരുന്ന നമുക്ക് നമ്മളെ കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അയച്ചിട്ട് കൈ ചുട്ടൂറൊന്നുമില്ല, നല്ല എരിവൊക്കെ അതിലേക്ക് തന്നെ ആവും ചെയ്യും. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ എണ്ണിത്തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേക്കാട്ടി നല്ല സുഖത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര ആരുള്ളതാണെങ്കിലും ഒക്കെ സുഖമാണ്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ ഇങ്ങനെ കട്ട് ചെയ്യണ ഇതേ. അപ്പോൾ അതിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വലിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ഇതിലേക്ക് ഇട്ടുകൊണ്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്തമാതിരി
ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് വലിച്ചതിൻ്റെ ശേഷം പിന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് കൊടുത്തതിൻ്റെ അല്ലേ നമുക്കിത് നന്നായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ലോഡായി പോവും. അതുകൊണ്ടാണ്. പിന്നെ അടി റൗണ്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് അടി റൗണ്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ നാരൊക്കെ പറഞ്ഞാൽ ഇതിമത്ത് തന്നെ കുടുങ്ങി കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര വലുപ്പം വേണ്ടി അതിനനുസരിച്ചൊക്കെ ചെയ്യാം. നല്ല യൂസ്ഫുള്ളായൊരു സാധനമാണ് കേട്ടത്. ആദ്യൻ്റെ അടുത്തൊന്നുണ്ടായിരുന്നു ഇതേമാതിരി അതിൻ്റെ ബ്ലേഡ് പൊട്ടിയപ്പോൾ രണ്ടാമത് വാങ്ങിച്ചതാട്ടത്. ആദ്യൻ്റെ അടുത്തുള്ളത് ആങ്ങളെ കൊണ്ടുവന്നിരുന്നു ഡൽഹിയിൽ നിന്ന്. അവന് അത് നല്ല ഇതായിരുന്നു വെച്ചാൽ അടി റൗണ്ട് വട്ടം കൂടുതലായിരുന്നു. അപ്പോൾ നല്ല യൂസ് ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കണം വിചാരിച്ചു അതിൻ്റെ ബ്ലേഡ് പാർസലായിട്ട് കിട്ടുമോ എന്ന് ചോദിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ മറക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ കാണിച്ചു തരാൻ വെച്ചാൽ ഇതിൻ്റെ നാര് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ നാര് കണ്ടില്ല നിങ്ങൾ കണ്ടില്ലേ. ഓരോ ഇതിൽ നിന്ന് നമുക്ക് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ നാരുകൾ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ ചെറിയ ഇതായിട്ട് നമുക്ക് പീസായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മളെ ചോറിൻ്റെ പരിപാടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണിക്കാർക്കുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോറ് തിളപ്പിച്ച് ഊറ്റുമ്പോൾ ആയാലും സാധാരണ ചോറ് വെക്കുകയാണെങ്കിലും അതിൻ്റെ മേലെ തിളച്ച വെള്ളം ഒഴിക്കും. അതിനാണ് ഇപ്പോൾ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തത്. നമ്മൾ സാമ്പാർക്കുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലുള്ള മല്ലിൻ്റെ ഇല കുറച്ച് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഒന്ന് പണിക്കാർക്ക് ഞാൻ ഉണക്കമീൻ പൊരിച്ചതാണ് കൊടുക്കുന്നത്. പത്തനിക്ക് ഉണക്കമീൻ പൊരിച്ച് കൊടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതൊന്നാണ് പൊരിച്ച് കോരട്ടെ. അപ്പോൾ ഇത് ഞാൻ സാധാരണ കഴുകിക്കാണ്ട് എടുത്തതാണ്. ഉപ്പും മഞ്ഞളും ഒന്നും തേച്ചിട്ടില്ല. അത്യാവശ്യം നല്ലവണ്ണം കഴുകിയിട്ട് അതിൻ്റെ തലഭാഗമൊക്കെ കട്ട് ചെയ്ത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വന്ന ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മുരിഞ്ഞ് വരണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചക്കൊക്കെയുള്ള മാന്തൾ മീനും അതേമാതിരി കോരി ഉണ്ടായിരുന്നു. അതും പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഉണക്കമീൻ പൊരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ രണ്ട് പാത്രത്തിലാക്കി കൊടുക്കണം. അപ്പോൾ മാന്തൾ എനിക്ക് അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് കോരിയും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എത്ര തോനെ കൂടുതൽ ഇതാക്കണമെന്ന്. പക്ഷേ ഇവിടെ ഈ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചക്കും അന്തിക്കൊക്കെ ഉണ്ടല്ലോ പണിക്കാർ. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാക്കിയാലും ബാക്കി വരില്ല. എങ്ങനെയെങ്കിലും ഉച്ചക്കായാലും അന്തിക്കായാലും ഒക്കെ അത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഈ കറി തന്നെ നമുക്ക് ഒരു ദിവസത്തിനുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിൽ കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. അതായത് ഉണക്കമീനൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ആ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ഇതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഈ എണ്ണയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരേക്കൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസാവും. കാരണം വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ ഹോസ്റ്റലിലേക്കും ഇതിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു റെസിപ്പി. അതായത് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ കുട്ടികൾക്ക് ഹോസ്റ്റലിലോ ആയാലും ഗൾഫൊക്കെ ആയാലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അത് കുപ്പിയിലിട്ട് വെച്ചാൽ നല്ല മുരിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും. അതിനൊന്നും ഒരു മുരിച്ചലിനും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുക അതിൻ്റെ വീഡിയോ ഡീറ്റെയിലായിട്ട് ഇതിൻ്റെ മുന്നൊക്കെ ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഉണക്കമീൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല മുരിഞ്ഞ് പൊട്ടുന്ന രൂപത്തിലാകുമ്പോഴാണ് ഈ ഉണക്കമീൻ നമുക്ക് പൊരിച്ച് കോരാൻ പറ്റുള്ളൂ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സമയം എടുത്ത് ഇളക്കിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ അവിടെ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ ആ എണ്ണയൊക്കെ അതിൽ നിന്ന് കുറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ഇണ്ണിത്തണ്ട് ഉണ്ടാക്കുമ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചട്ടിനി ആണ്. അതും കുട്ടുകാണ്ട് 2-3 വിസിലടുപ്പിച്ചെടുക്കുക. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തിന് ഇന്ന് വാർപ്പിൻ്റെ പണിക്കാർ തൈരിലെ ചേറ്റടിയൊക്കെ വാർത്തുകാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ വാതിൽ കട്ടിൽ കൊടുന്ന് വെച്ചിരിക്കണ്, പൊളി കൊടുന്ന് വെച്ചിരിക്കണ്. ഇനി അതൊക്കെ ഫിറ്റ് ചെയ്യണ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ വാർത്ത് റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അതിൻ്റെ ഒരു സൈഡ് ഇത് കാർപോർച്ച് കാണ്ടാണ് തള്ളി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുന്നിലേക്ക് തള്ളാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കാർപോർച്ചിൻ്റെ ബാക്കിലേക്ക് തള്ളിക്കാണ്ട് സ്ലാബ് ഇട്ട് കൊടുത്തേക്കാണ്. ഇത് ഇഷ്ടികൻ്റെ ആദ്യത്തെ പടവ് തന്നെയാണ് കേട്ടോ. ഇഷ്ടികൻ്റെ പടവ് സിമൻ്റ് എടുത്തിട്ടുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമ്മൾ ഷൂറാക്കിൻ്റെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ പടുത്ത് കൊടുക്കാത്തത്. പിന്നെ ഇത് നമ്മളെ മെയിൻ വാതിൽ വരുന്ന സ്ഥലം അതാണ്.
പിന്നെ ഈ ചേറ്റടി നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക്, അതായത് താഴേക്കാണ് ഇതിൻ്റെ ചാട്ടം കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ പുതിയ പടവായതുകൊണ്ട് കല്ലുകൊണ്ട് തന്നെ പുറത്ത് കൊടുത്ത്. ഇപ്പം അത്യാവശ്യം ഒരു വീതിക്കാണ് നമ്മൾ ചേറ്റടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മുന്നിൽ ആദ്യം ഉണ്ടായിരുന്ന ബീം തന്നെയാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്, അല്ലാതെ പുതിയ ബീമൊന്നും വാർത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ വീഡിയോ. ഇനി ഇവിടെ കുറച്ചും കൂടി പണികളുണ്ട്. അപ്പോഴാണ് നമ്മളെ ഓഫീസ് റൂമിൻ്റെ വാതിലും കേടാൻ നിൽക്കണമെന്ന് അറിയുന്നത്. ഇതൊക്കെ വാർത്ത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഓഫീസ് റൂമിൻ്റെ വാതിലും നമുക്ക് കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ 8 വാതിലായതും കൂടി നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. ഇനിയെങ്കിലും ചെതലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത്രക്കും കഷ്ടപ്പെട്ടിരിക്കണ്. ഈ നമ്മൾ ഇരിക്കണ വീട്ടിൽ പണിയാകുമ്പോൾ തന്നെ ഭയങ്കര ഗതികേടാണല്ലോ. അപ്പം ഇനി എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.